കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്കും ഒത്തിരി കാര്യമുണ്ട്. കൂട്ടുകാരുടെ കൂടി കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും മയക്കുമരുന്ന് അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സോഴ്സ് ഉണ്ട്, നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ വീട്ടിൽ ഒരു സമാധാനമില്ല, എന്റെ അപ്പനും അമ്മയും എന്നെ വേണ്ട, അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി വിദേശത്ത് കിടക്കുകയാണ്. അതൊരു സൈഡാണ്. പക്ഷെ പ്രിയപ്പെട്ട, നിന്നോട് ഞാൻ പറയാം, മോനെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടടാ, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടടാ. അതുകൊണ്ട് എന്താണ്, നീ നിരാശപ്പെടേണ്ട. നീ കർത്താവിലേക്ക് ഒന്ന് ചെന്നാൽ മതി. അവനിതാ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുന്നു. നീ അവന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആകുലതകൾ മാറും. ഇന്ന് രാവിലെ 2 യൗവനക്കാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, അവന് കൂടി വന്നാൽ 10, 24, 23 വയസ്സുള്ളൂ. അവരിങ്ങനെ മുട്ടിപ്പായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണാണ്. അവനെന്താണ് ദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അനേക യൗവനക്കാർ നശിച്ചു പോകുമ്പോഴാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യൗവനക്കാര്. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യൗവനത്തിലെ നിന്റെ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നന്നായിരുന്നു. എന്റെ 34 വർഷം വ്യർത്ഥമായിട്ട് തീർന്നു പോയെങ്കിൽ നിങ്ങൾക്കാർക്കും അത് സംഭവിക്കില്ലെന്ന് ഞാൻ പറയുന്നു.